ഒരു ജോലി ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ എന്ന് കേട്ടാൽ ദ ആൻസർ ഈസ് യെസ്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ യു. പക്ഷേ രണ്ട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം: എ പ്ലാൻ ആൻഡ് എ വിഷൻ. ഇനി നമ്മുടെ കയ്യിൽ ഈ പ്ലാൻ ആൻഡ് വിഷൻ ഉണ്ടെന്ന് വെച്ചോ, ഇത് രണ്ടും കൂടാഞ്ഞ് നമുക്ക് മൂന്ന് കാര്യങ്ങൾ കൂടെ നമുക്ക് വേണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബിസിനസ് ഒരു ജോലിയോടൊപ്പം ചെയ്യാൻ പറ്റൂ. നമ്മളിപ്പോൾ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ വേണം. അതിലൊന്നാണ് എ ഗോൾ, ഒരു ലക്ഷ്യം. രണ്ടാമത്തതാണ് ടൈം മാനേജ്മെൻറ്റ്. മൂന്നാമത്തതാണ് കൺസിസ്റ്റൻസി. ഒന്നാമത്തത് ലക്ഷ്യം അഥവാ ഗോൾ. വ്യക്തമായ ഗോൾ സെറ്റ് ചെയ്താൽ ഈസ് ലൈക്ക് ക്രിയേറ്റിംഗ് എ റോഡ് മാപ്പ് ഫോർ യുവർ സക്സസ്. ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ, നിങ്ങളുടെ മൈൻഡിൽ എന്താണ് നിങ്ങൾക്ക് സക്സസ്? ഒരു ബിസിനസ് തുടങ്ങുന്നതാണോ? ഒരു ന്യൂ സ്കില്ല് മാസ്റ്റർ ചെയ്യുന്നതാണോ? നിങ്ങൾ അതിലധികം സ്പെസിഫിക് ആവുക. ഇതിനുശേഷം നിങ്ങളുടെ ഗോൾ എന്താണോ അതിനെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. സ്മാളർ ആൻഡ് മാനേജബിൾ സ്റ്റെപ്സ് ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ബിസിനസ് തന്നെ നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ, മാർക്കറ്റ് റിസർച്ച് ഒരു സ്റ്റെപ്പ്, ബിസിനസ് പ്ലാൻ സെറ്റ് ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പ്, ഫണ്ടിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇത് സ്മാളർ സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സെറ്റ് എ ടൈം ലൈൻ. നിങ്ങൾ ഡിവൈഡ് ചെയ്ത ഓരോ സ്റ്റെപ്പിനും ഓരോ ടൈം ലൈൻ സെറ്റ് ചെയ്യുക. അതായത് ഡെഡ് ലൈൻ ഫോർ ഈച്ച് ടാസ്ക്. നമ്മൾ ഓരോ സ്റ്റെപ്പിനും ഈ ഡെഡ് ലൈൻസ് വയ്ക്കുമ്പോഴുള്ള നേട്ടം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളത് കറക്റ്റായിട്ട് ഫോക്കസ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിരുന്നു ആ ചെറിയ മാനേജബിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് എങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവുകയും ചെയ്യും. ഇത് നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് തരുന്നു. ദെൻ റൈറ്റ് ഇറ്റ് ഡൗൺ. നിങ്ങളുടെ ഗോൾസ് ആൻഡ് സ്റ്റെപ്സ് ഫോർ ഈച്ച് ഡേ നിങ്ങൾ എഴുതി വെക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് റിയൽ ഫീല് തരുന്നു. നിങ്ങൾ എന്തായാലും ഇത് എഴുതി വെക്കണം. ഒരു നോട്ടിലോ സ്റ്റിക്കി നോട്ട്സിലോ. എന്താണെന്ന് വെച്ചാൽ ആ ദിവസം നമ്മൾ ചെയ്യാനുള്ള കറക്റ്റ് ടാസ്ക് നമ്മൾ എഴുതി വെച്ചിട്ട് നമ്മളത് സ്റ്റിക്കി നോട്ട്സായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിന് കാണാൻ പറ്റുന്നവരിടത്ത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും നമ്മളെ മൈൻഡിൽ അത് കാണുമ്പോൾ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ അത് നമ്മളെ കൂടുതലായിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു. അടുത്ത് സ്റ്റേ ഫ്ലെക്സിബിൾ. ആവശ്യത്തിനനുസരിച്ച് മാറാൻ തയ്യാറായിരിക്കണം. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്താലും ഒരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാലും നമ്മളത് ആൾട്ടർ ചെയ്യാൻ എപ്പോഴും തയ്യാറായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ ഒരിക്കലും നമുക്ക് അനുകൂലമായിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങിയാലും, അത് ബിസിനസ്സൊന്നുമല്ല, ജീവിതത്തിൻ്റെ കാര്യമേ അങ്ങനെയാണ്. നമ്മൾ ബിസിനസ് തുടങ്ങിയാലും ഇനി നമ്മുടെ ലൈഫിലായാൽ പോലും നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്യുന്ന കണക്ക് കാര്യങ്ങൾ നടക്കത്തില്ല. സോ അതെപ്പോഴും സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ആൾട്ടർ ചെയ്യാൻ, അതിനെ പാകപ്പെടുത്താൻ നമ്മൾ റെഡി ആയിരിക്കണം. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ടൈം മാനേജ്മെൻറ്റ്. നമുക്ക് സമയമില്ല, ഇതൊരു എക്സ്ക്യൂസാണ്. പക്ഷേ സത്യത്തിൽ നമുക്ക് സമയമുണ്ട്. അത് നൽകാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രം. നമുക്ക് ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. 7 മണിക്കൂർ ഉറക്കം, 8 മണിക്കൂറാണ് വേണമെന്ന് പറയുന്നത്. മിനിമം 7 മണിക്കൂർ ഉറങ്ങാം. 9 to 10 മണിക്കൂർ ജോലി. നമ്മുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 9-10 മണിക്കൂർ മാത്രമല്ല, അതിലും കൂടുതൽ സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എംപ്ലോയീസിനെ ഓരോ കമ്പനികൾ അങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന സമയം 7 അല്ലെങ്കിൽ 6 മണിക്കൂർ. ഈ 7 അല്ലെങ്കിൽ 6 മണിക്കൂറിൽ ട്രാവൽ വരാം, നിങ്ങൾക്ക് റിലാക്സ് ചെയ്യുന്നെങ്കിൽ അത് വരാം, ഫുഡ് കഴിക്കുന്നത് വരാം. നിങ്ങളിതിൽ ഒരു 2 മണിക്കൂർ മാത്രം ഡെയിലി മാറ്റി വയ്ക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സൈഡ് ഹസിൽ എന്താണോ അല്ലെങ്കിൽ ബിസിനസ് എന്താണോ അത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരു ജോലി ചെയ്തുകൊണ്ട്. ഈ 2 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ ഇല്ല, ഫ്രണ്ട്സിനെ അവോയ്ഡ് ചെയ്യുക. എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അത് ചിലപ്പോൾ കണ്ടൻറ് ക്രിയേഷൻ ആവാം, ട്രേഡിംഗ് ആവാം, മാർക്കറ്റിംഗ് ആവാം, സെയിൽസ് ആവാം, എന്തുമാവാം. ഒരാഴ്ചയിൽ 5 ദിവസമെങ്കിലും ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. 6 മാസത്തിനകം നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാൻ പറ്റും. ഇതെല്ലാം ചെയ്യുമ്പോഴും മൈൻഡ് ആൻഡ് ബോഡി കെയർ ഇതും നമ്മൾ ചെയ്തിരിക്കണം. ഒരു ദിവസം 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക. 20 മിനിറ്റ് വ്യായാമവും 10 മിനിറ്റ് മെഡിറ്റേഷനും. ഈ 10 മിനിറ്റ് മെഡിറ്റേഷൻ രാവിലെ എണീറ്റോടൻ ചെയ്താൽ മതി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 2.5 മണിക്കൂർ, ഒരു ദിവസത്തെ 2.5 മണിക്കൂർ മാത്രം നിങ്ങൾ മാറ്റി വയ്ക്കുക. മൂന്നാമത്തെ പോയിൻ്റാണ് കൺസിസ്റ്റൻസി. നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും, നമുക്കിപ്പോൾ ഞാൻ ഈ പറഞ്ഞ 2 പോയിൻറ്റ്സ് നമുക്കുണ്ടെങ്കിലും നമുക്കൊട്ടും ഫോളോ ചെയ്യാൻ പറ്റാത്തത്, പ്രത്യേകിച്ചൊരു ജോബ് ഉണ്ടെന്നെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ദാറ്റ് ഈസ് കൺസിസ്റ്റൻസി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കുമ്പോഴും തോന്നും, എന്ത് കൺസിസ്റ്റൻസി എന്താണ്, നമുക്കത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്താൽ പോലും തോന്നും. പക്ഷേ നമ്മളൊരിക്കൽ കൺസിസ്റ്റൻ്റായി നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യവും ചെയ്യത്തില്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ട്, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ സൈഡ് ഹസിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ ഈ സമയം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. നമുക്കിന്ന് കാലം മാറി, പഴയതുപോലെ ഒന്നുമല്ല. ഫോൺ ഉണ്ടെങ്കിൽ വരെ നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും.
യൂട്യൂബോ കണ്ടൻറ് ക്രിയേഷനോ അല്ലാന്നുണ്ടെങ്കിൽ പല രീതിയിൽ നമുക്ക് എന്താണോ നമ്മൾ ആഗ്രഹം അതിൽ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റും. ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു മനസ്സാണ് ആവശ്യം. എന്നുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളത് ഒരിക്കലും അത് ചെയ്യാൻ നിങ്ങൾക്കൊരു പുള്ള് തരേണ്ട ആവശ്യമില്ല. ഇത് കൺസിസ്റ്റൻ്റ്ലി നിങ്ങളെ ഒരു ബിഹേവിയർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹാബിറ്റായി മാറും. ഇപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യുന്നുണ്ട്, നമ്മളത് ആരും പറയേണ്ട ആവശ്യമില്ല, നമ്മളല്ലാണ്ട് തന്നെ ചെയ്യുന്നുണ്ടത്. അതേപോലെ ഇതൊരു ഹാബിറ്റായി മാറും. ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾ ആ 2 മണിക്കൂർ എന്തിനാണോ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് അതിൽ റിസൾട്ട് ഉണ്ടായിരിക്കും. മാറ്റം 6 മാസത്തിൽ മാറ്റം വരും. ഉറപ്പാണ്. നിങ്ങൾ ഇന്ന് ചെയ്തു അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. പക്ഷേ 6 മാസത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ മാറ്റം നോട്ടീസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഫസ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് കീപ് പുഷിങ് ഫോർവേഡ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക ആൻഡ് നിങ്ങളുടെ അഭിപ്രായം അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാനും തുടങ്ങിയതേ ഉള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാൽ മാത്രമേ എനിക്ക് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ പറ്റൂ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.